ജാൻമീഡിയ ന്യൂസിലേക്ക് സ്വാഗതം. MES കേരളയുടെ ജീവിതശൈലി രോഗബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ സംഘടിപ്പിച്ചു. MES കേരളയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായി തിരൂർ യൂണിറ്റും MES മെഡിക്കൽ കോളേജ് പെരിന്തൽമണ്ണയും സതേൺ റെയിൽവേ മെഡിക്കൽ ഡിപ്പാർട്ട്മെന്റും സംയുക്തമായി സംഘടിപ്പിച്ച ജീവിതശൈലി രോഗബോധവൽക്കരണ ക്യാമ്പ് തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ MES മലപ്പുറം ജില്ലാ പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഹുസൈൻ കോയത്തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. യൂണിറ്റ് പ്രസിഡന്റ് അബ്ദുൽ ഖാദർ കൈനിക്കര അധ്യക്ഷത വഹിച്ചു. MES കേരള സംസ്ഥാന വൈസ് പ്രസിഡന്റ് ഷാഫി ഹാജി കൈനിക്കര മുഖ്യപ്രഭാഷണം നടത്തി. റെയിൽവേ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസർ പി സന്തോഷ് കുമാർ, ഹെൽത്ത് ഇൻസ്പെക്ടർ തിരൂർ റെയിൽവേ PA സെയ്ദ് മുഹമ്മദ്, റെയിൽവേ സ്റ്റേഷൻ മാനേജർ N സോമസുന്ദരൻ, റെയിൽവേ എക്സ്റ്റൻഷൻ എഡ്യൂക്കേറ്റർ സൗമ്യ ശങ്കർ, സെക്രട്ടറി KK റസാഖ് ഹാജി, നജ്മുദ്ദീൻ കല്ലിങ്ങൽ, ജില്ലാ നേതാക്കളായ ജലീൽ കൈനിക്കര, PA റഷീദ്, C മുഹമ്മദ് നിഷാദ്, സലാം പി ലിലീസ്, മമ്മി ചെറുതോട്ടത്തിൽ, ഡോക്ടർ ഫാസിൽ, ഡോക്ടർ ജുനൈദ്, T ഷെഫീഖ്, നിഷ സിറാജ് എന്നിവർ പ്രസംഗിച്ചു. മെഡിക്കൽ കോളേജ് ഡോക്ടർമാരായ ഡോക്ടർ ശ്രീഹരി, ഡോക്ടർ ഹിബ, ഡോക്ടർ അസ്ന, ഡോക്ടർ റിസ്വാൻ എന്നിവർ ക്യാമ്പിന് നേതൃത്വം നൽകി. പ്രമേഹ പരിശോധന, രക്തസമ്മർദ്ദ പരിശോധന, ബോഡി മാസ് ഇൻഡെക്സ് BMI കൂടാതെ ജീവിതശൈലി രോഗബോധവൽക്കരണ ക്ലാസ് എന്നിവയാണ് ക്യാമ്പിന്റെ ഭാഗമായി സംഘടിപ്പിച്ചത്. യാത്രക്കാരായ സ്ത്രീകളും പുരുഷന്മാരും കുട്ടികളും മുതിർന്നവരും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്തി. എല്ലാ യാത്രക്കാർക്കും ഈ ക്യാമ്പ് ഉപയോഗപ്പെടുത്താവുന്നതാണ്. നമ്മുടെ കേരള MES കേരളയുടെ വൈസ് പ്രസിഡന്റ് ആയിട്ടുള്ള ഷാഫി ഹാജി കൈനിക്കരയെ ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. സതേൺ റെയിൽവേയുടെ അസിസ്റ്റന്റ് ഹെൽത്ത് ഓഫീസർ പാലക്കാട് ഡിവിഷനിൽ വന്ന സന്തോഷ് കുമാർ സാറെ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. കേരളത്തിന് വിദ്യാഭ്യാസ ആരോഗ്യ രംഗത്ത് ഏറ്റവും വലിയ രീതിയിലുള്ള പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു മഹത്തായ സംഘടനയാണ്. സംഘടന രംഗത്ത് വലിയ മാറ്റങ്ങൾ കേരളത്തിലുടനീളം ഉണ്ടാക്കിത്തീർത്ത ഒരു സംഘടന ആരോഗ്യരംഗത്ത് അതിൻ്റെതായ രീതിയിൽ പ്രവർത്തനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. ഏതാണ്ട് കഴിഞ്ഞ 60 വർഷത്തോളമായി ഈ സംഘടന അതിൻ്റെ വളർന്നു വലുതായി വളരെ സ്ഥാപനങ്ങൾ, വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും ആരോഗ്യ സ്ഥാപനങ്ങളൊക്കെ വളർത്തിക്കൊണ്ടിരിക്കുകയാണ്. ജീവിതശൈലി രോഗങ്ങളുമായി ബന്ധപ്പെട്ട ഒരു മെഡിക്കൽ ക്യാമ്പാണ് ഈ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് നടക്കുന്നത്. MESനെ സംബന്ധിച്ചിടത്തോളം ഈ സമൂഹത്തിലെ സാമൂഹ്യ പ്രതിബദ്ധത ഉള്ളത് കൊണ്ട് തന്നെ ഇതുപോലുള്ള പല പരിപാടികളും ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിക്കൊണ്ട് നടന്നു വരികയാണ്. MES കേരളയുടെ ഡയമണ്ട് ജൂബിലിയുടെ ഭാഗമായിക്കൊണ്ടാണ് ഇന്നിവിടെ റെയിൽവേ സ്റ്റേഷനിൽ ഇതുപോലുള്ള പരിപാടികൾ നടക്കുന്നത്. ഇന്ന് നാട് നേരിടുന്ന വലിയ ആരോഗ്യരംഗത്തെ വലിയ 2 പ്രശ്നങ്ങളാണ് ലൈഫ് സ്റ്റൈൽ ഡിസീസും അതേപോലെ തന്നെ ആരോഗ്യരംഗത്തെ അധികരിച്ചു വരുന്ന ചിലവുകളും. നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം, കഴിഞ്ഞ കാലങ്ങളിൽ നിന്ന് വ്യത്യസ്തമായിക്കൊണ്ട് പലതരത്തിലെ രോഗങ്ങളും നമ്മൾ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗത്ത് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന ജീവിത ശൈലികളിലെ മാറ്റങ്ങളിലൂടെ കുറേ രോഗങ്ങളെ നമുക്ക് പറയാൻ കഴിയും. ഇന്നിവിടെ നടത്തപ്പെടുന്ന പെരിന്തൽമണ്ണ മെഡിക്കൽ കോളേജും MES തിരൂർ യൂണിറ്റും ഈ MESന്റെ 60ാം വാർഷികം എന്ന ഈ നടത്തപ്പെടുന്ന ഈ മെഡിക്കൽ ക്യാമ്പ്, ഇത് നമ്മുടെ സാധാരണക്കാരായ നമ്മുടെ ജനങ്ങൾക്ക് റെയിൽവേ യാത്രകൾ ചെയ്യുന്നവർ പ്രത്യേകിച്ചും അവരുടെ ഇന്നത്തെ ജീവിതശൈലി രോഗങ്ങളെ വളരെ ഒരു ടെസ്റ്റ് ഇവിടെ വെച്ച് നടത്തിക്കൊണ്ട് മെഡിക്കൽ കോളേജിൻ്റെ ഡോക്ടേഴ്സ് അടക്കുന്ന ഇവിടെ ചെയ്തുകൊണ്ട് നിൽക്കുന്ന ഒരു വലിയ ജീവകാരുണ്യ പ്രവർത്തനമാണ് നടത്തിവരുന്നത്. ഇന്ന് സതേൺ റെയിൽവേയും MES മെഡിക്കൽ കോളേജും MES സംഘടനയും സംയുക്തമായി തിരൂർ റെയിൽവേ സ്റ്റേഷനിൽ നടക്കുന്ന ഈ ജീവിത ശൈലി രോഗം, പണ്ടൊന്നും അങ്ങനത്തെ ഒരു രോഗം ഇല്ലായിരുന്നു. ഇപ്പോഴാണ് ജീവിത ശൈലി രോഗം എന്ന് പറഞ്ഞാൽ നമ്മുടെ സാഹചര്യങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ജീവിത
നമ്മൾ ചെയ്യുന്ന ജീവിതത്തിൻ്റെ ചില ഭക്ഷണക്രമങ്ങളിലെ പോരായ്മകൾ, എക്സർസൈസിൻ്റെ പോരായ്മകൾ കൊണ്ട് ഉണ്ടാകുന്ന രോഗങ്ങളെ എങ്ങനെ നമുക്ക് മുൻകൂട്ടി കണ്ടുപിടിക്കാം, അതിൽ നിന്ന് പോലെ വൻകിട ഹോസ്പിറ്റലുകളുടെ ചൂഷണം ഈ മെഡിക്കൽ ക്യാമ്പിൽ എല്ലാ യാത്രക്കാരും അതുപോലെ തന്നെ പൊതുജനങ്ങളും പങ്കെടുത്ത് ഇതിൻ്റെ സൗകര്യം പരമാവധി വിനിയോഗിക്കണമെന്ന് ഞാൻ ആദ്യമായി അഭ്യർത്ഥിക്കുന്നു. നമ്മുടെ ജീവിതശൈലി രോഗങ്ങളുടെ ക്യാമ്പിനും അവയർനെസ് ക്യാമ്പിനും പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്. നമുക്ക് അറിയാവുന്നതുകൊണ്ട് ഇപ്പോൾ നമ്മുടെ സമൂഹത്തിൽ റേറ്റ് കുറയ്ക്കാം. പാൻ മീഡിയ ന്യൂസ്, തിരൂർ.